നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ കരിനിഴൽ വീഴ്ത്തിയ സോളാർ വിവാദം CPM കൈകാര്യം ചെയ്തതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയം നടത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുമുന്നണി നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പായത് ഒരു ഫോൺ കോൾ വഴിയാണെന്നാണ് മലയാള മനോരമയുടെ മുൻ ബ്യൂറോ ചീഫിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇടപെട്ടത് കൈരളി ചാനൽ വാർത്താ മേധാവിയും നിലവിൽ രാജ്യസഭാ MP-യുമായ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഇടപെടലെന്നാണ് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് വിളിച്ച ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയത്. സമരം അവസാനിപ്പിക്കേണ്ടേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം. നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ മതി എന്നായിരുന്നു ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയിരുന്നു. മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ 3-ാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. സോളാർ കേസുമായി ബന്ധപ്പെട്ട CPM നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചിരുന്നുവെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയത്. കൈരളി ചാനലിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ബ്രിട്ടാസ് വിളിക്കുന്നത്. സമരം അവസാനിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും തിരുവഞ്ചൂർ തൃശൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസും താനുമായി സംസാരിച്ചിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളും പരസ്പരം സംസാരിച്ച കാര്യങ്ങളും പറയുന്നത് മാന്യമായ രാഷ്ട്രീയക്കാരന് ചേരുന്നതല്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് പറ്റില്ലെന്നായിരുന്നു തങ്ങളുടെ നിലപാട്. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ എതിർപ്പില്ലായിരുന്നു. സമരം തീർന്നതിന് ശേഷം ആരും ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ വിവാദമില്ല. അദ്ദേഹം ലേഖനം എഴുതുന്നത് വരെ ഇതൊരു വിഷയമേ അല്ലായിരുന്നു. ഒരു സമരം ഉരുണ്ടുകൂടുമ്പോൾ സ്വാഭാവികമായി നടപടിയെടുക്കണമെന്ന് സർക്കാരിന് തോന്നി. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി. തങ്ങൾ പറഞ്ഞ ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തു. തലസ്ഥാനത്ത് അന്ന് നടന്നത് അസാധാരണമായ സമരമായിരുന്നു. അന്നത്തെ സമരം തിരുവനന്തപുരം നഗരത്തിലെ ജനജീവിതത്തിൽ വരെ തടസ്സങ്ങൾ ഉണ്ടാക്കി. സമരം അവസാനിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ സമരം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് ഞാൻ പറയേണ്ടതില്ല. അത് ഒത്തുതീർക്കുക എന്നത് അവരുടെയും സർക്കാരിന്റെയും പൊതു താല്പര്യമായിരുന്നു. സർക്കാർ ആരുടെയും മുന്നിൽ വഴങ്ങിയിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് മാത്രമാണ് സർക്കാർ വ്യക്തമാക്കിയത്. സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം. എന്നാൽ ഹൈക്കോടതി സമ്മതിക്കാഞ്ഞതോടെ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമരം അവസാനിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ ബന്ധപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ തിരക്കഥ അനുസരിച്ചാവാം ജോൺ മുണ്ടക്കയം സംസാരിക്കുന്നത്. സോളാർ വിഷയത്തിൽ സർക്കാർ ഏതു നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും തിരുവഞ്ചൂർ അറിയിച്ചതായും ബ്രിട്ടാസ് പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസിനെതിരെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. CPM-ന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒത്തുതീർപ്പ് ഫോർമുലയിലൂടെ അവസാനിപ്പിക്കാൻ അന്ന് പാർട്ടി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയും പിണറായി വിജയന്റെ വിശ്വസ്തനുമായ ജോൺ ബ്രിട്ടാസാണ് ഇടപെടലുകൾ നടത്തിയതെന്നായിരുന്നു മുണ്ടക്കയത്തിന്റെ ആരോപണം. നന്ദി.